വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ അക്ബറിനോട് ഓരോന്ന് ചോദിക്കാനായിട്ട് അക്ബറിനെ എണീപ്പിച്ച് നിർത്തി. അപ്പോൾ അക്ബർ പറഞ്ഞു തുടങ്ങി. വെസൽസ് എല്ലാം കൂടെ കഴുകാതെ എല്ലാം കൂടെ കൂടി കിടക്കുകയായിരുന്നു. അപ്പം ലാലേട്ടൻ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്, പ്ലംബിങ്ങിൻ്റെ പണി അറിയാമോ? പിന്നെ അക്ബർ ചെയ്യേണ്ട കാര്യം പറയട്ടെ. പൈപ്പ് പൊട്ടിയതിൻ്റെ വെള്ളം കുറേ തലയിലോട്ട് ഒഴിച്ചിട്ട് കൂൾ ഡൗൺ ചെയ്യുക. ഇത്ര അഗ്രസീവ്, ഇത്ര ദേഷ്യം എന്തിനാണ്? എപ്പോഴും അക്ബറിന് ഇത്രയും ദേഷ്യം എന്തിനാണ്? എല്ലാ കാര്യത്തിനും അക്ബറിന് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ പല പ്രാവശ്യം വാർണിംഗ് ചെയ്തു. നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ അക്ബർ സോറി ലാലട്ട എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ലാലട്ടൻ ഭയങ്കര ദേഷ്യത്തിൽ, സോറി പറഞ്ഞിട്ട് കാര്യം എന്തോ, ഇത് ഒരുപാട് ആൾക്കാർ കാണുന്ന പ്രോഗ്രാമാണ്. അക്ബർ വീട്ടിൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? നിങ്ങൾ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന കാര്യം, നിങ്ങൾ എങ്ങനെ പെരുമാറുന്ന കാര്യം ഞങ്ങൾ 24/7 കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടത് അക്ബർ ആ പില്ലോ എടുത്ത് അയാളെ എറിയുക. അത് കൊണ്ടാൽ മാത്രം പോരെ ഒരു പ്രശ്നത്തിന്. നമ്മുടെ പ്രോപ്പർട്ടി എടുത്ത് അങ്ങോട്ട് എറിയുക, കുപ്പി എടുത്തെറിയുക. അക്ബർ ഇതൊന്നും ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നതെന്ന് അക്ബറിനോട് ലാലേട്ടൻ ചോദിക്കുന്നു. ചെയ്തിട്ടുണ്ടെന്ന് അക്ബർ പറയുന്നുണ്ട്. എന്നിട്ടും ലാലേട്ടൻ പറയുന്നു, ബിഗ് ബോസ് പാവപ്പെട്ട അക്ബർ ചെയ്ത കാര്യങ്ങൾ ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് വീഡിയോ പ്ലേ ചെയ്യാൻ പറയുന്നുണ്ട് ബിഗ് ബോസിനോട്. പിന്നെ നമ്മൾ മാത്രം തെറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പം ലാലേട്ടൻ പറഞ്ഞു, അതിനെന്താ, നമ്മളതിന് ക്ഷമ വേണം, ക്ഷമിച്ചിരിക്കണം, അതാണ് കളി, അതാണ് ഗെയിം എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും ലാലേട്ടൻ തുടരുന്നു. സമയക്കുറവ് കൊണ്ട് നമ്മൾ കൂടുതലൊന്നും കാണിക്കുന്നില്ല, ഒരുപാടുണ്ട്. പക്ഷേ ഇത് സ്ത്രീകൾക്കും ബാധകമാണ്, പുരുഷന്മാർക്കും മാത്രമല്ല. ഇതുപോലൊക്കെ വീട്ടിൽ കാണിക്കുമോ? എന്നിട്ട് റെന ഫാത്തിമയോട് പറയുന്നു, റെന ഒനിലിനെ പിടിച്ച് തള്ളിയോ അടിച്ചോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ആക്ടിവിറ്റി റൂമിൽ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് എല്ലാവരോടും അവിടെ കൂടി നിൽക്കുകയായിരുന്നു. അപ്പം എന്തോ പറഞ്ഞിട്ട് ദേഷ്യം കൊണ്ട് ഇങ്ങനെ തട്ടി. അന്നേരം ട്രിഗർ ആയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, എന്തിനു ട്രിഗർ ആവുന്നു? നമ്മൾ അങ്ങനൊന്നും ട്രിഗർ ആവരുത്, അതാണ് ഗെയിം. ഇവിടുന്ന് പോകുമ്പോൾ ഒരു നല്ല കുട്ടിയായിട്ടെന്ന് പറഞ്ഞാൽ മോശമാണെന്നല്ല പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ റിഫൈൻഡ് ആയിട്ട് വളരെ നല്ലതായിട്ട് ഇവിടുന്ന് പോകുന്ന ഒരു ഷോയാണിത്. നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ അസൂയ, കുശുമ്പ്, ഈ വാക്കുകളൊക്കെ ഞാൻ ഉപയോഗിച്ച് പോകുന്നു. എല്ലാം മാറ്റിയിട്ട് പുതിയൊരു ബേബിയായിട്ടാണ് നിങ്ങളിവിടെ തിരിച്ചു വരുന്നത്. പിന്നീട് പ്രേക്ഷകരോടായിട്ട് ലാലേട്ടൻ ക്ഷമ ചോദിക്കുന്നു. സോറി, ഞങ്ങളാണല്ലോ ഇവരെ ഇവിടെ കൊണ്ടുവന്നത്, നിങ്ങളിവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് സോറി പറയുന്നുണ്ട്. എൻ്റെ ഭാഷയിൽ ഇവരോട് ക്ഷമിക്കാൻ ഞാൻ പറയുന്നുണ്ട്. അല്ല എന്താ ചെയ്യുക, എത്ര പ്രാവശ്യം പറയണം? ഇത് കുറച്ച് ഭാഗമേ കാണിക്കുന്നുള്ളൂ. 24/7 കാണുന്ന ആൾക്കാരുണ്ട്. നിങ്ങളിത് കഴിഞ്ഞിട്ട് പോയിട്ട് ഇതൊക്കെ ഒന്ന് കാണൂ. പറ്റുന്നെങ്കിൽ ചെയ്യൂ, അല്ലെങ്കിൽ ഞങ്ങൾക്കിത് ആക്ഷൻ എടുക്കേണ്ടി വരും. ഒരു ദാക്ഷിണ്യം ഇല്ലെന്ന് ലാലേട്ടൻ പറയുന്നു. ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും കൂടെ പറയുന്നു, നിങ്ങളിൽ ആരും ഒരു പ്രത്യേകതയുള്ള ആളായിട്ട് ഞങ്ങൾക്കിവിടെ തോന്നുന്നില്ല. നിങ്ങൾ സ്പെഷ്യലാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എല്ലാവരും ഒരുപോലെയാണ്. മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ അപ്പോൾ ഞങ്ങൾ പൊക്കിയെടുക്കും. ദിസ് ഇസ് എ ലാസ്റ്റ് വാർണിംഗ്. ദേഷ്യപ്പെട്ടോളൂ, തമാശ കാണിച്ചോളൂ, എന്ത് വേണേലും കാണിച്ചു. പക്ഷേ ഉപയോഗിക്കുന്ന ഭാഷ, കൂടാതെ ഇവിടുത്തെ സാധനങ്ങളെ കേടുവരുത്തുന്നത്, ഇതൊക്കെ വലിച്ചെറിയണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയി ചെയ്യണം. എല്ലാ പ്രാവശ്യവും ഇവിടെ വന്ന് വഴക്ക് പറയാനായിട്ടാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്? ഇതിനൊന്നും പറ്റുന്നില്ല. ഇവിടെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വഴക്ക്, എന്തൊക്കെ വഴക്കുകളാണ്. ഒരു ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പോവുകയാണ്.